ശ്രീ മുകേഷ് ഏട്ടനായാലും മുറുക് ചേച്ചിയാണെങ്കിലും മലയാള സിനിമയിൽ എണ്ണം പറഞ്ഞ നടീനടന്മാരുണ്ട്. അവരുടെ ടൈമിങ് പ്രത്യേകിച്ച് മറ്റു താരങ്ങളെക്കാരും കുറച്ചും കൂടിയൊക്കെ വളരെ മനോഹരമായി അവരുടെ ഒരു കോംബോയിൽ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അഭിനയിക്കുമ്പോഴുള്ള കെമിസ്ട്രിയൊക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ എനിക്ക് കഴിയുമെന്നാണ് വിശ്വാസം. കാര്യം അവരുടെ കോംബോ ആണ് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും അയ്യരുടെയും ഝാൻസി റാണിയുടെയും കഥ തന്നെയാണ്. അതുകൊണ്ട് അവരെ ഫിക്സ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെ ആയിരിക്കും. അതുപോലെ അവരെ ആ കഥാപാത്രങ്ങളെ മനോഹരമായി അവതരിപ്പിക്കാൻ ഈ രണ്ടുപേർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. അല്ല, ഇത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അച്ഛനും മകനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ എല്ലാ ആൺമക്കളോടും പിതാക്കന്മാർക്ക് അച്ഛന്മാർക്ക് ഒരു പൊസസീവ്നെസ് ഉണ്ടാകും. അത് പുറത്ത് കാണിക്കരുത്, ഈ പറഞ്ഞ എനിക്കുൾപ്പെടെ. അപ്പോൾ അത് ശ്രീനിവാസ് അയ്യർക്കും ഉണ്ട്. രാഹുൽ എന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ കഥാപാത്രം ചെയ്ത ധ്യാൻ ശ്രീനിവാസനോട് തീർച്ചയായിട്ടും അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിനെ ഞാൻ അതിൻ്റെ സ്വാഭാവിക പ്രക്രിയ കൊണ്ട് അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ബോൾഡായിട്ട് ചില കാര്യങ്ങൾ ഈ സിനിമയിലൂടെ പറയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഝാൻസി റാണിയിലൂടെയാണ് പറയാൻ ആഗ്രഹിച്ചതും. അതുമാത്രമല്ല, ചില തിരുത്തലുകൾ സമൂഹത്തിൽ ആവശ്യമുണ്ടെങ്കിൽ അത് സ്ത്രീകളിലൂടെ പറയണം എന്നും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഝാൻസി റാണി ശങ്കുണ്ണി നായർ എന്ന് പറഞ്ഞ ഒരു ചരിത്ര ഗവേഷകൻ്റെ മകളാണ്, ഒരു ചരിത്ര അധ്യാപിക കൂടിയാണ്. അപ്പം ശങ്കുണ്ണി നായരാണ് മകൾക്ക് ഝാൻസി റാണി എന്ന പേര് കൊടുത്തത്. അപ്പോൾ ഝാൻസി റാണി ധീരവനിത തന്നെയാണ് സിനിമയിലും ഉർവശി ചെയ്ത ഈ കഥാപാത്രത്തിന് അങ്ങനെ തന്നെയാണ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അതെല്ലാം ഒരു ഹ്യൂമറിൻ്റെ വെമ്പോടിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. സിനിമയായിട്ട് വേണം കാണാൻ. അപ്പോൾ തീർച്ചയായിട്ടും കലയും രാഷ്ട്രീയവും മതവുമൊക്കെ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നുള്ള വിശ്വാസമാണ്. എത്രയോ പ്രൊപ്പഗാൻഡ സിനിമകൾ സംഘപരിവാറുകാർ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ അതിനെതിരായിട്ടൊരു അഭിപ്രായം പോലും പറഞ്ഞിട്ടില്ല. ഞാൻ ഫേസ്ബുക്കിലും ഒക്കെ സജീവമായിട്ടുള്ള ആളാണ്. ഒരിടത്ത് പോലും അത്തരം പ്രൊപ്പഗാൻഡ സിനിമയ്ക്കെതിരെ ഞാനൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യം. ഇവിടെ അങ്ങനെ ആരെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാനൊന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല. ശ്രീനിവാസ് അയ്യർ അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു റൈറ്റ് വിങ് ആശയങ്ങളോട് താതാത്മ്യപ്പെടുന്ന ഒരാളാണ്. എൻ്റെ കഥാപാത്രം അതാണ്. അപ്പോൾ അദ്ദേഹത്തിൽ കാണിക്കുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ, ഇതൊക്കെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആരെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ മറ്റ് വിഭാഗക്കാരെ ഇപ്പോൾ മറ്റു ഇതര സമുദായത്തിലുള്ള ആളുകളുടെ കാര്യങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അതിനെപ്പറ്റി എന്താണ് പറയുന്നത്? അതൊരു വിമർശനം, ഒരു സറ്റയർ അല്ലെങ്കിൽ സർക്കാസം എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ഇങ്ങനെയാണ്, മാനവികതയാണ് വലുത്, അല്ലാതെ മതമൊന്നുമല്ല എന്നുള്ളതൊരു മഹത്തായ സന്ദേശം കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം ഇന്നിൻ്റെ രാഷ്ട്രീയമല്ലല്ലോ ഞാൻ സംസാരിക്കുന്നത്, ഇന്നിൻ്റെ കാലഘട്ടത്തെ രാഷ്ട്രീയമല്ലേ ഞാൻ സംസാരിക്കുന്നത്. ആ രാഷ്ട്രീയത്തിൻ്റെ എല്ലാം വളരെ ഹ്യൂമറസ് ആയിട്ടേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് സർട്ടിഫിക്കറ്റ് സെൻസർ കിട്ടിയ സിനിമയാണ്. അതിന് ഇവരിങ്ങനെ ഹാലിളകുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നമുക്ക് നർമ്മത്തിൽ പൊതിഞ്ഞ് ഒന്നും പറഞ്ഞാൽ പോലും അതിനെ മറ്റൊരു തരത്തിൽ ഏറ്റെടുക്കുന്നൊരു കാലാവസ്ഥയാണ്. അത് ആരാണ് കൊണ്ടുവന്നതെന്ന്. ഇങ്ങനെയാണെങ്കിൽ കുഞ്ചൻ നമ്പ്യാരൊന്നും ഈ കാലഘട്ടത്തിൽ ജീവിക്കാത്തത് നന്നായി. ആർക്കും ആരെയും ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് മാത്രം നോക്കിക്കൊണ്ട് സിനിമ എടുക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ എടുക്കാൻ പറ്റും? ഇതിൽ ഒരു തരത്തിൽ പോലും ഒരു മതത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ചില ആളുകളുടെ സ്വഭാവ രീതികൾ ഇങ്ങനെ മതിയോ എന്ന് സർക്കാസ്റ്റിക്കായിട്ട് ചോദിച്ചിട്ടേ ഉള്ളൂ. ചില ചോദ്യങ്ങളാണ് സിനിമയിലുള്ളത്. അല്ല, എനിക്കിങ്ങനെ ഇതിലത്ര പ്രശ്നങ്ങളിലൊന്നും ഞാൻ ഒരു തരത്തിൽ പോലും കൂസാത്ത ഒരാളാണ്. അങ്ങനെ ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ എനിക്കെതിരെ സൈബർ അറ്റാക്ക് നടത്തി കഴിഞ്ഞാൽ ഞാനങ്ങ് ചുരുങ്ങിപ്പോകുന്ന ആരെങ്കിലും തോന്നിയാൽ അവരൊക്കെ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അതൊന്നും ഒരിക്കലും ഐ എം ലീസ്റ്റ് ബോതേഡ് അബൌട്ട് ഓൾ ദീസ് തിങ്സ്. ഒന്നാമത് ഞാൻ ഇത്തരം കമൻറ്റുകളൊന്നും കാണാറില്ല. രാവിലെ എഴുന്നേറ്റിക്കുമ്പോൾ നെഗറ്റീവ് കമൻറ്റ് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. കാര്യം ഇത് ഒരു രാഷ്ട്രീയ സിനിമയല്ലല്ലോ, ഒരു സറ്റയർ മൂവിയാണ്. ഇത് ശ്രീനിവാസ അയ്യറിൻ്റെ വിചാര ചിന്തകളിലൂടെ കടന്നു പോകുന്ന ഒരു സിനിമയാണ്. അതിന് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് അച്ഛൻ്റെയും മകൻ്റെയും റിലേഷൻഷിപ്പ് മാത്രമാണ്. അതൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. കാര്യം മതം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമുണ്ട്. ഏത് വിശ്വാസത്തിൽ വേണമെങ്കിലും അവർക്ക് വിശ്വസിക്കാം. അത് അവരുടെ മതമാണ് ഏറ്റവും വലുത് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അതും തെറ്റാണെന്ന് വളരെ സമർത്ഥമായി സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മുസ്ലിം സമുദായത്തിലുള്ള ആളുകളിൽ ചിലർ അവർക്ക് അവരുടെ മതമാണ് ഏറ്റവും വലുതെന്നും ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവർക്ക് വലുതെന്നും അവർ സ്ഥാപിക്കാൻ നോക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറഞ്ഞൊരു സംവിധായകനാണ് ഞാൻ. അപ്പോൾ അത് കാണാതെ ഒരു സൈഡ് മാത്രം കണ്ടുകൊണ്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിൽ എന്താ പറയാൻ, അതിനൊന്നും
മറുപടി അർഹിക്കുന്നില്ല. സിനിമയിൽ എപ്പോഴും എൻ്റെ സിനിമ അത് എത്ര സീരിയസ് സിനിമ ചെയ്താലും തമാശ സിനിമ ചെയ്താലും എൻ്റെ സിനിമയിൽ എപ്പോഴും ലൈവായിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരിക്കും പോകുന്നത്. എൻ്റെ ലൊക്കേഷൻ എപ്പോഴും അങ്ങനെയാണ്, എല്ലാവരുമായിട്ട് ഒരേപോലെയാണ്, ഒരു വലിപ്പച്ചെറുപ്പമൊന്നുമില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാം. ആത്മാർത്ഥമായി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരെപ്പോഴും എല്ലാവരെയും ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. 1 2 3 പേര് അതിനെതിരായിട്ട് നിൽക്കുന്നവരെയൊക്കെ ഞാൻ അകറ്റി നിർത്തിയിട്ടുമുണ്ട്. ഇപ്പോൾ സിനിമയുടെ ലൊക്കേഷനിൽ എപ്പോഴും രസകരമായ സമയം, ഒരെണ്ണം മാത്രമായിട്ട് ഓർത്തെടുക്കാനൊന്നും പറ്റില്ലല്ലോ. അത് ആ ഒരു കാലഘട്ടത്തിൽ ഞാനത് ചെയ്തിരുന്നു. പകലും മുതൽ നഗരം മുതലുള്ള സിനിമകൾ വൈരമൊക്കെ ആ കാലഘട്ടത്തിൽ നിന്ന്. ഇപ്പോൾ അയ്യരിൽ അതല്ലല്ലോ, അയ്യരിലൊരു സർക്കാസം അല്ലേ, ഞാൻ ആ പുതിയ ജോണറിലേക്ക് ഞാൻ മാറിക്കഴിഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിനിമകളൊന്നും ഇനി ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്ന സിനിമകൾ ഇപ്പോൾ അയ്യറിൽ ഒരു ഹ്യൂമറസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയാൻ, ചില വിഷയങ്ങൾ, ഒരു അച്ഛൻ മകൻ റിലേഷൻഷിപ്പാണ്, ഒരു ഫാമിലി സിനിമയാണ്, ഇതൊരു 2K കിഡ്സിന് വേണ്ടിയുള്ള സിനിമയല്ല. അത് പറയാൻ എനിക്ക് ധൈര്യത്തോടെ എനിക്ക് പറയാൻ പറ്റും. എത്ര പേർക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ഫാമിലി എൻ്റർടൈനർ മാത്രമാണ്. ഞാൻ ആ ഫാമിലി ഓഡിയൻസിനെ ഫോക്കസ് ചെയ്ത് മാത്രം ഈ സിനിമ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അടുത്ത സിനിമ ഒരു ഇൻവെസ്റ്റിഗേഷൻ ജോണറാണ്, എൻ്റർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പാത്രം. തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണുക. എല്ലാവിധ അഭിപ്രായങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. അത് ക്രിയാത്മകമായ വിമർശനത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വിജയങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുകയും പരാജയത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയല്ല. രണ്ടും ഒരുപോലെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകരോട്, നിങ്ങൾ ഈ സിനിമ കാണണം. ഈ സിനിമ കണ്ട് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ അത് കണക്ട് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ വിമർശിക്കാം. ആ വിമർശനത്തിനെ ഞാൻ ഉൾക്കൊള്ളും.